പപ്പടം. ചക്കൊണ്ട് പപ്പടോ എന്നല്ലേ നിങ്ങൾ കുറെ പേര് ആലോചിക്കണേ? ചോറിനൊപ്പം ഒരു കൊണ്ടാട്ടായിട്ടും ചായക്കൊപ്പം ഒരു 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം ഐറ്റമാണിത്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ ചക്കപ്പപ്പടം ഉണ്ടാക്കാന്ന്. നല്ല മൂത്ത വരിക്കച്ചക്കയാണ് ചക്കപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്പം പുളിരസം വന്നു തുടങ്ങിയ ചക്കയായാലും സാരില്ല, പക്ഷെ ചക്ക അങ്ങോട്ട് പഴുക്കാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ ചക്ക ചുളയൊക്കെ പറിച്ച് കുരുക്കെ നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. നമ്മളിവിടെ ഏകദേശം ഒരു 5 കിലോളം അരിഞ്ഞ ചക്കയാണ് ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്താക്കണത്. അപ്പോൾ ഇതൊരു വലിയ ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലും ചക്ക എടുത്തിട്ട് അരച്ചാൽ മാത്രമാണ് നമുക്കൊരു 10-30 പപ്പടെങ്കിലൊക്കെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ചക്ക വേവിക്കാൻ പാകത്തിന് ഒരു പാത്രത്തേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ ചക്ക ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ പോവാണ്. വേവിച്ച ചക്ക ഞാൻ ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ഈ ചക്ക നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചക്ക അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു 2 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ ഒപ്പം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്തോളൂ. കുറച്ച് ഉപ്പ് കുറവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പിന്നീട് മസാലകളൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉപ്പാണ് ഈ ചക്കയ്ക്ക് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ചക്ക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്ക് പകർത്താം. ഇനി നമുക്ക് ഈ ചക്കപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഞാനിവിടെ ചക്കപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് മുളക് പൊടിയല്ല ഉപയോഗിക്കുന്നത്. മുളക് പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചക്ക വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഈ ചക്കപ്പപ്പടം ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണ് ഇടുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റാണ്. 2 സ്പൂണാണ് ക്രഷ് ചെയ്താക്കണ മുളക് എടുത്താക്കണത്. പിന്നെ ഞാനിവിടെ പിരിയമുളകാണ് ക്രഷ് ചെയ്തെടുത്താക്കണത്. അപ്പോൾ പിരിയമുളകാകുമ്പോൾ താരതമ്യേന ഇതിന് എരിവ് കുറവായിരിക്കും. അപ്പോൾ കാണാനുള്ള ഒരു ഭംഗിയും നിറമൊക്കെയാണ് കൂടുതൽ. അപ്പോൾ മുളകൊക്കെ ഇതുപോലെ കൃഷി ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 സ്പൂണോളം ക്രഷ് ചെയ്ത ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചക്കപ്പപ്പടം കുറച്ചും കൂടി കളർഫുള്ളാക്കാനായിട്ട് കാണാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ക്രഷ് ചെയ്ത റെഡ് ചില്ലി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അപ്പം ഇത് പച്ചയും ചുമപ്പും ഒക്കെ കളറുകൾ ഉണ്ടാകുമ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ക്രഷ് ചെയ്തിട്ട് എടുത്താക്കുന്നത്. 1 സ്പൂൺ ജീരകം നമ്മൾ ഈ ചക്ക അരയ്ക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 1 സ്പൂൺ മുഴുവൻ ജീരകം ഈ അരച്ച് വെച്ചേക്കുന്ന ചക്കയ്ക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പപ്പടം പരത്തി വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂൺ ജീരകം ചേർത്താക്കുന്നത്. ഒരു വലിയ സ്പൂൺ കറുത്ത എള്ളു കൂടി ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്ന ചക്കയ്ക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പടം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ എള്ളു കൂടി ചക്കയുടെ പേസ്റ്റിക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയ സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ കായപ്പൊടി കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പപ്പടത്തിന് നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. അതുപോലെ കായം വയറിനും നല്ലതാണ്, നല്ലൊരു സ്വാദും കിട്ടും. ഇനി നമുക്ക് ചക്ക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അതിനുശേഷം നമ്മൾ ഫൈനലി ഇതിന് ഉപ്പും കൂടി നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ചക്കപ്പപ്പടം പ്ലാഷിൻ്റെ ഇലയിലൊക്കെയാണ് പരത്തുന്നത്. വാഴയിലയിൽ പരത്തുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ വാഴയിലയിലാണെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരും വാഴയില. പ്ലാഷിൻ്റെ ഇലയിലാണെങ്കിൽ അത് ചക്കപ്പപ്പടം പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ പ്ലാഷിൻ്റെ ഇല അവൈലബിൾ ആയതിൻ്റെ ആൾക്കാർ പ്ലാഷിൻ്റെ ഇലയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിൽ ചക്കപ്പപ്പടം പരത്തിക്കോളും. ഇനി പ്ലാഷിൻ്റെ ഇല അവൈലബിൾ അല്ലാത്ത ആൾക്കാർ വിഷമിക്കേണ്ട. അവർക്ക് എങ്ങനെയാണ് ചക്കപ്പപ്പടം എളുപ്പത്തിൽ പരത്തേണ്ടതെന്നുള്ള ഒരു മെത്തേഡും കൂടി ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇലയിൽ എണ്ണ തടവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇലയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. ഇനി ഇതുപോലെ പ്ലാഷിൻ്റെ ഇലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും പെട്ടെന്നും ചക്കപ്പപ്പടം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള അല്പം കട്ടിയുള്ള പോളിത്തീൻ കവർ, പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ എടുക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. പരത്താൻ ആവശ്യമുള്ള മാവ് കുറേശ്ശെയായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തുമ്പോഴാണ് ചക്കപ്പപ്പടം ഏറ്റവും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ചക്കയൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ചക്കപ്പപ്പടം ഉണ്ടാക്കണേ, വളരെയധികം ക്വാണ്ടിറ്റി ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് എളുപ്പത്തിൽ ചക്കപ്പപ്പടം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മളിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തടവിയതിന് ശേഷം ചക്കപ്പപ്പടം ഒരുമിച്ച് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മൾ ചക്കപ്പപ്പടം ഒന്ന് ഇപ്പം തന്നെ വരഞ്ഞെടുക്കണം. നമുക്കൊരു ഈർക്കിലിയോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ഇപ്പം തന്നെ വരഞ്ഞു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ ഒക്കെ വരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ അതിങ്ങനെ വരഞ്ഞെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ചക്കപ്പപ്പടം പരത്തിയെടുക്കാനായിട്ട് സാധാരണഗതിയിൽ വളരെയധികം സമയമെടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ചക്കപ്പപ്പടം പരത്തുന്ന സമയം കൊണ്ടാണ് 1-2 ചക്ക കൊണ്ടുള്ള മുഴുവൻ പപ്പടവും പരത്തിയെടുക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കവറിൽ നിന്നായാലും പ്ലാഷിൻ്റെ ഇലയിൽ നിന്നായാലും ചക്കപ്പപ്പടം നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി വെയിൽ വളരെ കുറവാണെങ്കിൽ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പതുക്കെ പപ്പടം അടർത്തിയെടുക്കുക. പപ്പടം അടർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 പുറവും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് വെയിലത്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമ്മുടെ ചക്കപ്പപ്പടം നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ്. ചക്കപ്പപ്പടം വെയിലത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം രാത്രി ഫാനിൻ്റെ ചോട്ടിലിടുന്നത് നല്ലതായിരിക്കും. ചക്കപ്പപ്പടത്തിൽ നിന്ന് ഈർപ്പം ഫുള്ളായിട്ട് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചക്കപ്പപ്പടം പൂക്കാനുള്ള സാധ്യത ഇല്ലാണ്ടാവും. ഈ ചക്കപ്പപ്പടം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എയർ ടൈറ്റുള്ള ഈർപ്പരസം ഇല്ലാത്ത കണ്ടെയ്നേഴ്സുകളിൽ ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇങ്ങനെ ചക്കപ്പപ്പടം നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ചക്ക ഇല്ലാത്ത സീസണുകളിലും നമുക്ക് ഈ ചക്കപ്പപ്പടം അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ആവശ്യാനുസരണം ചക്കപ്പപ്പടം എടുത്ത് വെളിച്ചെണ്ണയിലോ ഓയിലിലോ നിങ്ങൾക്ക് വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചക്കപ്പപ്പടമൊക്കെ വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതുപോലെ ചക്കയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അകലെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു വിഭവമാണ്. പഴയ കാലത്ത് ചായക്ക് സ്നാക്സ് ആയിട്ട് 4 മണി പലഹാരമായിട്ടും അതുപോലെ തന്നെ ഊണിന് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വിഭവമാണിത്. യാതൊരു പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കാത്ത ഒരു ഐറ്റമാണിത്. ചിലവഴിക്കാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ചക്കപ്പപ്പടമൊക്കെ ഉണ്ടാക്കാം. പോയ കാലത്തെ ഈ വിഭവം നിങ്ങളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് ചക്കപ്പപ്പടം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.